പാതിവില തട്ടിപ്പിൽ ED അന്വേഷണം തുടങ്ങി. സീഡ് സൊസൈറ്റി ഭാരവാഹികളെ ED ചോദ്യം ചെയ്യുന്നു. മൂവാറ്റുപുഴ സീഡ് ഭാരവാഹിയിൽ നിന്നാണ് തട്ടിപ്പിന്റെ വിവരങ്ങൾ ശേഖരിക്കുന്നത്. ബിനിലാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ ചേർന്നത്. ബിനിൽ, സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ച് താഴെത്തട്ടിലെ സ്ത്രീകളെയും മറ്റും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പ്രാദേശിക തലത്തിലെ നേതാക്കളുടെയൊക്കെ സഹായത്തോടു കൂടിയായിരുന്നല്ലോ ഈ പിരിവ് വ്യാപകമായി സംസ്ഥാനത്തെമ്പാടും നടപ്പാക്കിയത്. അതിനൊപ്പം മറ്റ് പല സംഘടനകൾ കൂടി വന്നു. സീഡുമായി ബന്ധപ്പെട്ട ഏതു തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ EDയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്? രതീഷ്, ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ വിവരശേഖരണമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത്. നേരത്തെ പോലീസിന്റെ FIRന്റെ അടിസ്ഥാനത്തിൽ അവർ ECIR രജിസ്റ്റർ ചെയ്തിരുന്നു. ഇനി ഇതിന്റെ കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച അന്വേഷണമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി യൂണിറ്റ് നടത്തുന്നത്. പ്രാഥമികമായ വിവരശേഖരണത്തിനായാണ് മൂവാറ്റുപുഴ സീഡ് സൊസൈറ്റി ഭാരവാഹികളെ കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്യുന്നത്. ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ നടപടികൾ ഉണ്ടാകുക. കാരണം മൂവാറ്റുപുഴ സീഡ് സൊസൈറ്റിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അനന്തകൃഷ്ണൻ അറസ്റ്റിലാകുന്നത്. അതുകൊണ്ടാണ് അവരിൽ നിന്ന് ആദ്യഘട്ടത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്നത്. അതിനുശേഷം തുടർന്ന് മുന്നോട്ട് പോകും. കൂടുതൽ ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. ഈ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നത് രാഷ്ട്രീയക്കാർക്ക് ഈ അനന്തകൃഷ്ണൻ നൽകിയിരിക്കുന്ന പണം സംബന്ധിച്ച വിവരങ്ങളാണ്. അത് ഒരു ഡയറിയിലുണ്ട്. ആ ഡയറി ഇപ്പോഴുള്ളത് മൂവാറ്റുപുഴ മജിസ്ട്രേറ്റ് കോടതിയിലാണ്. പോലീസ് കസ്റ്റഡിയിലെടുത്ത് അതൊരു മഹസറിന്റെ ഭാഗമാക്കി കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം ക്രൈംബ്രാഞ്ച് അതിന്റെ വിവരശേഖരണം നടത്താൻ പോവുകയാണ്. അതായത് ആ ഡയറിയിൽ പേരുള്ള രാഷ്ട്രീയ നേതാക്കൾ ആർക്കൊക്കെയാണ് ഈ അനന്തകൃഷ്ണൻ പണം നൽകിയിരിക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് ഈ തട്ടിയെടുത്ത പണം പല വഴിക്ക് പോയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആ ഡയറി പരിശോധിക്കുമ്പോൾ മനസ്സിലാകുമെന്നതാണ് വ്യക്തമാകുന്നത്. കാരണം ആ ഡയറിയിൽ എല്ലാ കാര്യങ്ങളും അനന്തകൃഷ്ണൻ എഴുതി വെച്ചിട്ടുണ്ട്. പോലീസിന്റെ അന്വേഷണത്തിനിടയിലാണ് ആ ഡയറി പിടിച്ചെടുത്തത്. ഇപ്പോൾ മൂവാറ്റുപുഴ മജിസ്ട്രേറ്റ് കോടതിയുടെ മുന്നിലുള്ള ആ അനന്തകൃഷ്ണന്റെ ഡയറി അനന്തമായ കഥകളിലേക്ക് പോകുമോ, ആരുടെയൊക്കെ തല കൊണ്ടുപോകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ക്രൈംബ്രാഞ്ച് അടുത്ത ദിവസം അനന്തകൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം ഈ ഡയറി എടുത്ത് പരിശോധിക്കും. ആ ഡയറിയിൽ പേരുള്ള രാഷ്ട്രീയ നേതാക്കളെയൊക്കെ തന്നെ ക്രൈംബ്രാഞ്ചിനും ചോദ്യം ചെയ്യേണ്ടി വരും. സ്വാഭാവികമായും അതിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ രാഷ്ട്രീയക്കാരുടെ പിന്നാലെ പോകുമെന്ന കാര്യം ഉറപ്പാണ്. ഇപ്പോൾ തന്നെ ഇടുക്കിയിലെയും എറണാകുളത്തെയും രാഷ്ട്രീയ നേതാക്കളാണ് ഈ പണം വാങ്ങിയെന്ന കാര്യം നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ള വിവരവുമാണ്. ബിനിലാണ് വിവരങ്ങൾ നൽകിയത്.